നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ ഓരോ റാങ്ക് ഫയൽ വീതം കാണുമല്ലോ. ഒന്നല്ല, ഒന്നിൽ കൂടുതൽ റാങ്ക് ഫയൽ ആയിരിക്കും ഓരോരുത്തരുടെയും കയ്യിൽ ഉണ്ടായിരിക്കുക. റാങ്ക് ഫയലൊക്കെ വാങ്ങിയിട്ട് ആദ്യത്തെ കുറച്ച് ദിവസം നിങ്ങൾ നന്നായിട്ട് പഠിക്കും. പിന്നീട് ഇതൊരു ബാധ്യതയാവുന്നത് പോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഇത്രയും റാങ്ക് ഫയൽ വീട്ടിൽ വെക്കാൻ സ്ഥലമില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? അപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള റാങ്ക് ഫയൽ ഒന്ന് പഠിച്ചു തീർക്കാൻ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അതൊന്ന് പഠിച്ചു തീർക്കണ്ടേ? പഠിച്ചു തീർക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരല്ലേ നിങ്ങൾ? അപ്പൊ നിങ്ങൾ ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ട വീഡിയോ ആണ്. അപ്പൊ നിങ്ങളുടെ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി കയ്യിലിരിക്കുന്ന ഈ വണ്ണമുള്ള റാങ്ക് ഫയൽ എങ്ങനെ പഠിച്ചു തീർക്കണം. ഒരു PSC പരീക്ഷ ക്രാക്ക് ചെയ്യാൻ ഈ ഒരു റാങ്ക് ഫയൽ ഫുള്ളായിട്ട് പഠിച്ചു തീർക്കണോ? അല്ലെങ്കിൽ എന്നെ കൊണ്ട് തീർക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇത് മുഴുവൻ പഠിച്ചാലാണോ ജോലി കിട്ടുന്നത്? ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യങ്ങളല്ലേ? റാങ്ക് ഫയൽ നോക്കുമ്പോ എവിടെ തുടങ്ങണം? ആദ്യം മുതൽ തന്നെ തുടങ്ങി അങ്ങ് പോയാ മതിയോ? എന്തൊഴിവാക്കണം എന്നോർത്ത് വിഷമിച്ചിരിക്കുന്നവരാണോ നിങ്ങൾ? അപ്പോ ഞാൻ പറയുന്ന ഏതെങ്കിലുമൊക്കെ കണ്ടീഷൻ നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്നവരായിരിക്കും. PSC പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഏതെങ്കിലുമൊക്കെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നവരായിരിക്കും. എങ്കിൽ ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും കാണുക. ഇത് നിങ്ങൾക്കുള്ള വീഡിയോ ആണ്. ഒരു റാങ്ക് ഫയൽ എങ്ങനെ സ്മാർട്ടായിട്ട് പഠിച്ച് തീർക്കാം എന്ന് നോക്കാം. ഈ ഒരു വീഡിയോയുടെ PDF നിങ്ങൾക്ക് വേണോ? കുറച്ച് ടിപ്സ് ഒക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വേണം എന്നുണ്ടെങ്കിൽ യെസ് എന്ന് താഴെ കമന്റ് ചെയ്യൂ. റാങ്ക് ഫയൽ വെച്ച് പഠിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഒരു ദിവസം റാങ്ക് ഫയൽ ഒരു പ്രാവശ്യമെങ്കിലും നോക്കും എന്നുള്ള ഉദ്യോഗാർത്ഥിയാണെന്നുണ്ടെങ്കിലും യെസ് എന്നൊന്ന് താഴെ കമന്റ് ചെയ്യും. ഓക്കെ, അപ്പൊ വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, റാങ്ക് ഫയൽ മുഴുവൻ പഠിക്കണോ എന്നതാണ്. ഇതിനുള്ള ഉത്തരം, എന്റെ ഉത്തരം വേണ്ട. അപ്പൊ ഞാൻ LDC ജോലി വാങ്ങി സർക്കാർ ഉദ്യോഗസ്ഥയായ വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ എന്റെ ഉത്തരം, ഞാൻ പഠിച്ച രീതി വെച്ചാണ് ഞാൻ പറയുന്നത്, എന്റെ ഉത്തരം വേണ്ട. റാങ്ക് ഫയൽ എന്നത് ഒരു റെഫറൻസ് ബുക്ക് മാത്രമായിട്ട് വേണം നിങ്ങൾ കണക്കാക്കാൻ. ഒരു കടല് പോലെ അറിവുകൾ റാങ്ക് ഫയൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടാകും. എന്നാൽ PSC പരീക്ഷയ്ക്ക് ഈ കടല് നിങ്ങൾക്ക് വേണ്ട. ആ കടലിലെ മുത്തുകൾ മാത്രം നിങ്ങൾ എടുത്താൽ മതി. റാങ്ക് ഫയൽ കാണാപാഠം പഠിക്കുന്നതിനേക്കാൾ നല്ലത് സിലബസ് അനുസരിച്ച് റാങ്ക് ഫയൽ എങ്ങനെ ഉപയോഗിക്കാം എന്നറിയുന്നതാണ്. അപ്പൊ സിലബസിൽ വേണ്ട കാര്യങ്ങൾ മാത്രം റാങ്ക് ഫയലിൽ നിന്ന് കണ്ടെത്തി പഠിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. ഒരു റാങ്ക് ഫയൽ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ അത് തീർക്കാൻ പോകുന്നില്ല. കുറച്ച് പഠിച്ചിട്ട് എന്തായാലും നിങ്ങൾക്ക് മടുപ്പ് വരും. അപ്പൊ നിങ്ങൾ റാങ്ക് ഫയൽ എന്ന കടലിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യമുള്ള മുത്തും പവിഴവും മാത്രം തിരഞ്ഞെടുത്ത് പഠിക്കണം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഗൈഡായിട്ട് വെക്കേണ്ടത് എന്താണ്? സിലബസ് ആണ് നിങ്ങളുടെ ഗൈഡ്. സിലബസ് ആയിരിക്കണം നിങ്ങളുടെ ഗൈഡ്. അപ്പൊ ഒരു റാങ്ക് ഫയൽ വാങ്ങിയാൽ ഏത് പരീക്ഷയ്ക്ക് പറ്റുന്ന റാങ്ക് ഫയൽ ആണോ അത് നോക്കി വേണം നിങ്ങൾ വാങ്ങാൻ. ഡിഗ്രി ലെവൽ റാങ്ക് ഫയൽ വെച്ചിട്ട് ഒരു LGS പരീക്ഷയ്ക്ക് പഠിക്കാൻ വേണ്ടി നിൽക്കരുത്. LGS പരീക്ഷയ്ക്ക് പഠിക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ LGS ലെവലുള്ള റാങ്ക് ഫയൽ വാങ്ങുക, അല്ലെങ്കിൽ 10th ലെവലുള്ള റാങ്ക് ഫയൽ വേണം വാങ്ങാൻ. കാരണം രണ്ട് പരീക്ഷയുടെയും ലെവൽ വ്യത്യാസമുണ്ട്. കുറെ പേരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്, എന്റെ ഇരിക്കുന്നത് ഡിഗ്രി ലെവൽ റാങ്ക് ഫയലാണ്, അത് പഠിച്ചാൽ മതിയോ LGSനും? LGS പരീക്ഷ ഉന്നം വെക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതറിയണമെങ്കിൽ LGS ലെവലുള്ള റാങ്ക് ഫയൽ തന്നെ നിങ്ങൾ നോക്കിയിരിക്കണം. അപ്പൊ റാങ്ക് ഫയൽ തുറക്കുന്നതിന് മുൻപ് നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടായിരിക്കണം? സിലബസ്. നിങ്ങൾ ഏത് പരീക്ഷയ്ക്ക് വേണ്ടിയാണോ പ്രിപ്പയർ ചെയ്യുന്നത് അതിന്റെ സിലബസ് നിങ്ങൾ കയ്യിലെടുക്കണം. സിലബസിലുള്ള ടോപ്പിക്കുകൾ റാങ്ക് ഫയലിൽ മാർക്ക് ചെയ്ത് പഠിക്കുക. ഇപ്പൊ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കുകൾ റാങ്ക് ഫയൽ മാർക്ക് ചെയ്ത് പഠിക്കുക. ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളൊക്കെ റാങ്ക് ഫയലിൽ ഉണ്ടായിരിക്കും. അതെല്ലാം ഒന്നും നിങ്ങൾ പഠിക്കരുത്. അത് പരീക്ഷയ്ക്ക് വരാൻ പോകുന്നില്ല. അപ്പൊ പരീക്ഷയ്ക്ക് PSC ചോദിക്കുന്ന സിലബസിലുള്ള കാര്യങ്ങൾ മാത്രം റാങ്ക് ഫയലിൽ മാർക്ക് ചെയ്ത് പഠിക്കുമല്ലോ. അനാവശ്യമായ വിവരങ്ങൾ ഒഴിവാക്കുമല്ലോ. അതായത് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് കാണും, അതൊക്കെ ഒഴിവാക്കുമല്ലോ. അതൊക്കെ ഒഴിവാക്കി വേണം പഠിക്കാൻ. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഓരോ വിഷയവും പഠിക്കുമ്പോഴും റാങ്ക് ഫയൽ മാത്രം ആശ്രയിക്കാതെ അതുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസും കൂടി ഉൾപ്പെടുത്തി അതിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ കൂടി അറിഞ്ഞു വേണം പഠിക്കാൻ. പഴയ ഏതെങ്കിലും റാങ്ക് ഫയൽ വെച്ചിട്ട്, എന്നിൽ 2017 LDCയുടെ റാങ്ക് ഫയൽ ഉണ്ട്. 2027 നടക്കാൻ പോകുന്ന LDCക്ക് അത് മതിയോ മിസ്സേ? ഞാൻ വേറെ പൈസ മുടക്കി വാങ്ങണോ? വാങ്ങണം.
അതൊക്കെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അല്ലേ? PSCയുടെ പാറ്റേൺ തന്നെ മാറിയില്ലേ? PSC ചോദിക്കുന്ന രീതികൾ മാറിയില്ലേ? കറണ്ട് അഫയേഴ്സ് മാറിയില്ലേ? വേറെ ഒരുപാട് ഫാക്ട്സ് മാറിയില്ലേ? അത് വെച്ച് പഠിച്ചാൽ മതിയോ? പോരാ. പുതിയ റാങ്ക് ഫയൽ, പുതിയ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ വെച്ച് തന്നെ പഠിക്കണം. ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പഠിക്കണം. മനസ്സിലായോ? ഇനി ഒരു റാങ്ക് ഫയൽ മാത്രം പഠിച്ചാൽ ജോലി കിട്ടുമോ? ഇല്ല. SCERT, NCERT പാഠപുസ്തകങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം. അപ്പൊ അതിലേക്ക് വരാം. അതിനു മുന്നേ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ഞാൻ സർക്കാർ ജോലി നേടിയ വഴികളിലൂടെ LDC 2027 പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അഡ്മിഷൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ച് ദിവസം മാത്രമേ അഡ്മിഷൻ ഉണ്ടാവത്തുള്ളൂ. കാരണം സീറ്റ്സ് ഇങ്ങനെ ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് സ്റ്റുഡൻസ് കൂടെ ആകുമ്പോഴത്തേക്കും സീറ്റ്സ് കംപ്ലീറ്റ് ആവും. നമ്മൾ പിറ്റേന്ന് തന്നെ ക്ലാസ്സും സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ 2027 എയിം ചെയ്ത് കൊണ്ടുപോകുന്ന ബാച്ച് ആയതുകൊണ്ട് തന്നെ ഒരു ദിവസം മാക്സിമം ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂർ പഠിക്കാനുള്ളതേ കാണത്തുള്ളൂ. ഫൗണ്ടേഷൻ ഇട്ട് ബേസ് ഇട്ട് കൊണ്ടുപോകുന്നതാണ്. പ്രത്യേകിച്ച് നമ്മൾ വീട്ടമ്മമാര്, അതുപോലെ ജോലിക്ക് പോകുന്ന ആൾക്കാര്, സ്റ്റുഡൻസ്, ഇവരെയൊക്കെ ബിഗിനേഴ്സ്, ഇവരെയൊക്കെ എയിം ചെയ്തുകൊണ്ട് കൊണ്ടുപോകുന്ന ബാച്ചാണ്. അതുകൊണ്ട് ബേസ് ലെവലായിട്ട് തന്നെ തുടങ്ങത്തുള്ളൂ. അപ്പോൾ ബാച്ചിൽ ചേരാൻ താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഐഫോണിലും യൂസ് ചെയ്യാം, അതുപോലെ ആൻഡ്രോയിഡ് ഫോണിലും യൂസ് ചെയ്യാം, കമ്പ്യൂട്ടറിലും യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ കോഴ്സ് വാലിഡിറ്റി ടിൽ എക്സാം ആണ്. എക്സാം കഴിയുന്നത് വരെ ഈ ഒരു കോഴ്സിന്റെ വാലിഡിറ്റി നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ക്ലാസ് കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആപ്പിൽ തന്നെ ഡയറക്ട്ലി എന്നോട് തന്നെ ചാറ്റ് ചെയ്ത് നിങ്ങൾക്ക് ചോദിക്കാനും പറ്റും കേട്ടോ. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഒരു വാട്സ്ആപ്പ് നമ്പറും കൂടെ ഫസ്റ്റ് കമന്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അസിസ്റ്റൻസിന് വേണ്ടിയിട്ട് നമ്മുടെ ടെക്നിക്കൽ ടീമിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇനി SCERT, NCERTയുടെ പ്രാധാന്യം ഒന്ന് നോക്കിയാലോ. ഇന്നത്തെ കാലത്തെ ഒരു റാങ്ക് ഫയൽ മാത്രം പഠിച്ചാൽ മതിയോ? ജോലി കിട്ടുമോ? പോരാ. റാങ്ക് ഫയലിലെ പല വിവരങ്ങളും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും SCERT പാഠപുസ്തകങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ റാങ്ക് ഫയൽ പഠിക്കുന്നതോടൊപ്പം 5 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങൾ കൂടി നോക്കാൻ മറക്കരുത്. ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് ഓരോ പരീക്ഷയ്ക്കും വേണ്ടത് എന്ന് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. കമ്പനി LGSന് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് വേണ്ടത്, പുതിയ SCERT ചാപ്റ്റേഴ്സ് വെച്ച് ചെയ്തിട്ടുണ്ട്. VFA ബുക്കുകളുടെ, അതായത് 10th ലെവലിന് എന്തൊക്കെയാണ് വേണ്ടത് അത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഡിഗ്രി ലെവൽ ചെയ്തു തരാം. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ കമ്പയർ ചെയ്ത് രണ്ടും കൂടി വെച്ച് വേണം പഠിക്കാൻ. അപ്പോൾ SCERT പാഠപുസ്തകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് റാങ്ക് ഫയലിലെ പല വിവരങ്ങളും വരുന്നത്. അതുകൊണ്ട് തന്നെ SCERT പാഠപുസ്തകങ്ങളെ, SCERT, NCERT പാഠപുസ്തകങ്ങളെ സെലക്ട് ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിച്ചാലേ പറ്റത്തുള്ളൂ. ഹർഷിത എഡ്യൂടെക് ആപ്പിലെ ക്ലാസ്സുകളൊക്കെയും ഈ ഒരു രീതി തന്നെയാണ് ഞാൻ പിന്തുടർന്ന് പോകുന്നത്. ഓക്കെ അല്ലേ? ഇനി ഇഫക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് സ്റ്റഡി ടെക്നിക്സ് പറയട്ടെ. റാങ്ക് ഫയൽ പഠിക്കുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി നോക്കുക. ആദ്യത്തെ കാര്യം ആക്റ്റീവ് റീകോൾ. എന്താ ഈ ആക്റ്റീവ് റീകോൾ? ഒരു പേജ് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ പുസ്തകം അടച്ചു വെക്കുക. എന്നിട്ട് സ്വയം ഇങ്ങനെ പറഞ്ഞു നോക്കുക, എന്തൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് സ്വയം പറഞ്ഞു നോക്കുക. അതാണ് ആക്റ്റീവ് റീകോൾ എന്ന് പറയുന്നത്. അപ്പൊ ഒരു പേജ് വായിച്ചു കഴിഞ്ഞാൽ ആ റാങ്ക് ഫയൽ അല്ലെങ്കിൽ പുസ്തകം അടച്ചു വെച്ചിട്ട് എന്ത് മനസ്സിലാക്കി, നിങ്ങൾക്ക് എന്ത് മനസ്സിലായി എന്ന് സ്വയം പറഞ്ഞു നോക്കുക. ഇനി രണ്ടാമത്തെ ഒരു ടെക്നിക്ക് PYQ ആണ്, അതായത് മുൻവർഷ ചോദ്യം. ഒരു ടോപ്പിക്ക് റാങ്ക് ഫയലിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ ടോപ്പിക്കിൽ നിന്ന് മുൻപ് ചോദിച്ച ചോദ്യങ്ങള് അത് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ട ഫാക്ട്സ് പഠിച്ചു നോക്കണം. നല്ലൊരു മെത്തേഡാണ്. ഒരു ടോപ്പിക് റാങ്ക് ഫയലിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ എന്ത് ചെയ്യണം? ആ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് PSC മുൻവർഷം ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി അടുത്തൊരു ടെക്നിക്കാണ് നോട്ട്സ്. അതായത് റാങ്ക് ഫയലിലെ ഈ വലിയ പാരഗ്രാഫുകൾ ഉണ്ടല്ലോ, ഇത് ചെറിയ ചെറിയ പോയിന്റുകളായിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ലെക്ചർ നോട്ട്സ് അല്ലെങ്കിൽ ഷോർട്ട് നോട്ട്സ് നിങ്ങളുടെ കൈപ്പടയിൽ തന്നെ എഴുതി വെക്കാൻ ശ്രമിക്കുക. റിവിഷൻ സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് സമയമൊന്നും കിട്ടത്തില്ല. അപ്പൊ ഈ ചുരുങ്ങിയ സമയത്ത് നിങ്ങൾക്ക് എല്ലാം ഒന്ന് ഓടിച്ചു വായിക്കാൻ ഈ ഷോർട്ട് നോട്ട്സ് ആയിരിക്കും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. ഈ 3 കാര്യങ്ങൾ ഇഫക്റ്റീവ് ആയിട്ടുള്ള സ്റ്റഡി ടെക്നിക്സ് ആണ്. ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂ. ആക്റ്റീവ് റീകോൾ, PYQs, നോട്ട്സ്. ഓക്കെ, അടുത്ത നോക്കാം റിവിഷൻ പ്ലാൻ. റിവിഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് 137 ഫോർമുല ഉപയോഗിക്കാവുന്നതാണ്. എന്തുവാ ഈ 137 ഫോർമുല? അതിനു മുന്നേ റിവിഷന്റെ പ്രാധാന്യത്തെ കുറിച്ചൊന്ന് പറയട്ടെ. നിങ്ങൾ പഠിക്കുന്നതിനേക്കാൾ പ്രധാനം എന്താണ്?
പഠിച്ചത് മറക്കാതിരിക്കുക എന്നതല്ലേ. അല്ലാതെ വെറുതെ കുറെ കാര്യങ്ങൾ ഞാൻ പഠിച്ചു, അതിൽ കാര്യമില്ല. പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് എത്രത്തോളം ഓർമ്മയുണ്ട്, എത്രത്തോളം അത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നു, അതിലാണ് കാര്യം. അപ്പൊ പഠിക്കുന്നതിനേക്കാൾ പ്രധാനം അത് മറക്കാതിരിക്കുക എന്നതാണ്. അപ്പൊ റാങ്ക് ഫയല് വലിയ ബുക്ക് ആയതുകൊണ്ട് തന്നെ ആദ്യം പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അവസാനം ഓർമ്മ വരണമെന്നില്ല, അവസാനം പഠിക്കുന്ന കാര്യം പോലും ഓർമ്മ വരണമെന്നില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു 137 എന്ന ഫോമുല ഉപയോഗിക്കാം. അതായത് ഒന്നാം ദിവസം പഠിച്ചത് മൂന്നാം ദിവസവും 7ാം ദിവസവും റിവിഷൻ ചെയ്യുക. അതാണ് 137 ഫോമുല എന്ന് പറയുന്നത്. ഒന്നാമത്തെ ദിവസം പഠിച്ചത് മൂന്നാമത്തെ ദിവസവും 7ാമത്തെ ദിവസവും റിവിഷൻ ചെയ്യൂ. ഈ ഒരു രീതി തന്നെ ഫോളോ ചെയ്ത് നോക്കണേ, നിങ്ങൾക്ക് എന്തായാലും ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ റാങ്ക് ഫയൽ കണ്ട് ഇനി പേടിക്കുവോ? പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ സിലബസ് നോക്കിയിട്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രം തിരഞ്ഞെടുത്ത് പഠിച്ച ഏതൊരു PSC പരീക്ഷയും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. അതിന്റെ കൂടെ SCERT, NCERT ചാപ്റ്റേഴ്സ്, സെലക്ടഡ് ചാപ്റ്റേഴ്സും കൂടെ പഠിക്കണം. അപ്പൊ ഈ വീഡിയോ ഉപകാരപ്പെട്ടോ? പിന്നെ നേരത്തെ പറഞ്ഞ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ LDCയുടെ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ലെവൽ ഓഫ് PSC പരീക്ഷകൾക്കും വേണ്ടിയുള്ള കോച്ചിങ് നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ അവൈലബിൾ ആണ്. കമ്പനി LGS മുതൽ ഡിഗ്രി ലെവൽ പ്രിലിംസ്, മെയിൻസ് വരെയുള്ള കോച്ചിങ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കയറി ചെക്ക് ചെയ്യാവുന്നതാണ്. അഫോർഡബിൾ ഫീസേ ഉള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. കൂടുതൽ PSC ടിപ്പുകൾക്കും അതുപോലെ ക്ലാസ്സുകൾക്കും വേണ്ടി ഹർഷിതം എഡ്യൂടെക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടെ നിങ്ങളുടെ സപ്പോർട്ടും കൂടെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഗോഡ് ബ്ലസ് യു ഓൾ. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.